ഒരു സെന്ററാണ് സിഇഒ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എന്റെ കയ്യിൽ ഫോൺ ഉണ്ട്, അതിൽ സിം ഇട്ടു എന്ന് വിചാരിച്ച് അത് വില കൊടുത്ത് ഫോൺ മേടിച്ചു എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യണമെന്നില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യമാണ് അത് പവർ കുത്തി ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ഉണ്ടെങ്കിലാണ് ആ ഫോണിലൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ചാർജ് വേണം. വീക്കിലി വൺസ് എവറി ഡേ നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യാറുണ്ട്. യെസ് ഓർ നോ? നമ്മൾ ഫോൺ ചാർജ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ വീക്കിലി വൺസ് നമ്മളെ ചാർജ് ചെയ്യേണ്ടതും. നമ്മളും ആൾക്കാരോട് സംസാരിക്കാൻ നമ്മളുടെ ചാർജ് കുറയാം. കാരണം എല്ലാവരും പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യണം, നിങ്ങൾക്ക് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചാർജ് ഉള്ളൂ. കാരണം വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു പോയിന്റ്. നമ്മള് ഒരു മൊബൈൽ ഫോൺ കയ്യിലെടുത്താൽ അതിൽ സർവീസ് പ്രൊവൈഡർ ഉണ്ട്. ഏതാണ് സർവീസ് പ്രൊവൈഡർ? അതിലെ സിം, ഏതെങ്കിലും ഒരു സിം ഉണ്ട്. ആ സിം ആണ് നമ്മളുടെ സിസ്റ്റം വിന്നിംഗ് ടീം. സർവീസ് പ്രൊവൈഡർ ആയിട്ട് ഫോണിൽ വിന്നിംഗ് ടീം ഉണ്ട്. സോ വീക്കിലി മീറ്റിംഗ്സും വിന്നിംഗ് ടീമും കൂടെ കണക്റ്റഡ് ആയി വരുമ്പോൾ, വിന്നിംഗ് ടീമിന്റെ ടൂൾസ് സിസ്റ്റം കൂടെ കണക്റ്റഡ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വീക്കിലി ഉള്ള മീറ്റിംഗിലേക്ക് 100% നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ബിലീഫ് ലെവൽ, കോൺഫിഡൻസ് ലെവൽ, എനർജി ലെവൽ, എക്സൈറ്റ്മെന്റ് ലെവൽ, അല്ലെങ്കിൽ എന്താ പറയാ, ആക്ഷൻ പാർട്ട് എല്ലാം നിങ്ങളിൽ പുതിയതായിട്ട് ജനിപ്പിക്കും. പുതിയത് നിങ്ങളുടെ മൈൻഡിൽ ഓപ്പൺ അപ്പ് ആവും. അത് തെളിഞ്ഞു വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് 100% ഫിസിക്കൽ സിഒയിൽ ഉണ്ടാവണം. ഫിസിക്കൽ സിഒയുടെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങളുടെ വോളിയം കൂടിക്കൊണ്ടേയിരിക്കും. വീക്കിലി മീറ്റിംഗിലേക്ക് നമ്പർ കൂടിക്കും. നിങ്ങളുടെ റെഗുലർ ആയിട്ട് എന്നെ കേൾക്കുന്ന ലീഡറിൽ ഒരാൾ, ഡിസ്ട്രിബ്യൂട്ടർ ഒരാൾ, നിങ്ങളുടെ ടീമിൽ നിന്ന് റെഗുലർ ആയിട്ട് ഒരു 50 പേര് വീക്കിലി മീറ്റിംഗിൽ കയറിക്കൊണ്ടിരിക്കുന്ന റെഗുലർ ആയിട്ട് കയറുന്നെങ്കിൽ 50,000 മുകളിൽ ഇൻകം ഗ്യാരണ്ടീഡ് ആണ് നിങ്ങൾ. അപ്പൊ വീക്കിലി മീറ്റിംഗിലെ നമ്പർ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടേൺ ഓവർ കൂടും. അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അതൊരിക്കലും താഴേക്ക് പോകില്ല. അപ്പൊ വീക്കിലി മീറ്റിംഗ് ഒരു ഹാബിറ്റ് ആയിട്ട് എല്ലാവരും വളർത്തിയെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല വീക്കിലി മീറ്റിംഗിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തലശ്ശേരിയിൽ നടക്കുന്നു അല്ലെങ്കിൽ പെരുമ്പാവൂരിൽ നടക്കുന്നു, 11 മണിക്കാണ് ടൈം വെച്ചിരിക്കുന്നതെങ്കിൽ 10:50 ആ ഹാളിൽ എത്തണം. ടൈമിൽ എത്തുക എന്നുള്ളത് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കിലി മീറ്റിംഗ് വിജയിക്കണമെങ്കിൽ അവിടെ സമയത്ത് എത്തുക, അത് ഓർഗനൈസ് ചെയ്യുക, നിങ്ങളുടെ ആൾക്കാരെ എല്ലാവരും ക്ഷണിച്ച് അവിടെ വരുത്തുക, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വരുത്തുക, നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ വരുത്തുക. എല്ലാവരോടും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ്. ധാരാളം ഒരു 1.5 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഒരു സിഒ ഗ്രാൻഡ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു 35-40 മിനിറ്റും കൊണ്ട് ഒരു പ്രസന്റേഷൻ നടക്കുന്നു. ദെൻ അതിനുശേഷം റെക്കഗ്നേഷൻ നടക്കുന്നു. ഒരു ക്ലോസിംഗ് സ്പീക്കർ ഒരു 20 മിനിറ്റ് സംസാരിക്കുന്നു. വണ്ടർഫുൾ ആയിട്ടുള്ള 1.5 മണിക്കൂർ കൊണ്ട് സിഒ ഫിനിഷ് ചെയ്ത്, സിഒക്ക് ശേഷം ആഫ്റ്റർ മീറ്റിൽ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരുമിച്ചിരുത്തി ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ടീം വൈസ് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് അടുത്ത ആഴ്ചത്തെ പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കും. വീക്കിലി മീറ്റിംഗ് പങ്കെടുക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ലീഡേഴ്സുമായിട്ടുള്ള ഒരു സഹവാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ ടൈമിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീറ്റിംഗിന് ശേഷം നിങ്ങളുടെ ടീമിലെ 10 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ 10 പേരെ കൂടെ കൂട്ടിയിട്ട് അടുത്ത ആഴ്ചത്തേക്കുള്ള ആ 6-7 ദിവസത്തേക്കുള്ള പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് വീക്കിലി മീറ്റിംഗ് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടത്. അതിന് മുൻകൂട്ടി തന്നെ ആരാണ് MC, അന്നത്തെ ദിവസമല്ല MC തീരുമാനിക്കേണ്ടത്. മുൻകൂട്ടി ഒരു MC ആരെന്നുള്ളത് തീരുമാനിക്കണം. ആരാണ് പ്രസന്റ് ചെയ്യുന്നതെന്നുള്ള തീരുമാനിക്കണം. ആരാണ് ക്ലോസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ള തീരുമാനമെടുക്കണം. അതിന്റെ പോസ്റ്ററുകൾ 2-3 ദിവസം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വിന്നിംഗ് ടീം കേരള ഗ്രൂപ്പിൽ 2-3 ദിവസം എങ്കിലും അറ്റ്ലീസ്റ്റ് മുന്നേ അത് പോസ്റ്റ് ചെയ്യണം. ഉണ്ടായി വരും. ബ്രോൺസ്, സിൽവർ, ഗോൾഡ് വരുന്ന ലീഡേഴ്സ് എല്ലാവരും, ബ്രോൺസിന് മുകളിലേക്കുള്ള ലീഡേഴ്സ് എല്ലാവരും നല്ലൊരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാം. ഏറ്റവും നല്ലത് വിന്നിംഗ് ടീമിന്റെ SP സാറിനെ കണ്ടോ, എന്നും അതേ ഡ്രസ് കോഡ് ശ്രദ്ധിക്കുക. എല്ലാ ലീഡേഴ്സും അത്തരത്തിലായി ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ബെൽറ്റും ബ്ലാക്ക് ഷൂ ഇട്ട് ടൈയും ചെയ്ത് വരുമെങ്കിൽ എന്തൊരു പവിത്രമായ വരവായിരിക്കും ആലോചിച്ച് നോക്കി. എത്ര ഭംഗിയായിട്ടുള്ള ഡ്രസ് കോഡാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മളീ പലരും, ചിലര് മുണ്ടുടുത്തിട്ട് വരുന്നു, ചിലര് ജീൻസ് ഇട്ടിട്ട് വരുന്നു, ചിലര് ടീഷർട്ട് ഇട്ടേച്ച് വരുന്നു. എപ്പോഴും മനസ്സിലാക്കേണ്ട ഈ ഡ്രസ് ഒന്നും മോശമല്ല. നമ്മൾ വേറെ ചെയ്തിരിക്കുന്ന ആ ബ്രോൺസിന്റെ പിന്നെ കൊതിക്കുന്ന ഒരുപാട് പേര് ഹാളിനകത്ത് കയറി വരും. അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യണമെങ്കിൽ
നമ്മുടെ ഡ്രസ് കോഡ് ഇമ്പോർട്ടന്റ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പത്രത്തിൽ നല്ലൊരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്ത് റെക്കഗ്നേഷന്റെ ടൈമുകളൊക്കെ ലീഡേഴ്സിനോട് ചോദിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സിഇഒ ശക്തമാക്കി കൊണ്ടുവരാൻ പറ്റും. ഇതും നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ട്. നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന സപ്പോസ് ഒരു 20 സിഇഒസ് ഉണ്ട്. എല്ലാ സിഇഒയിലും 20 സിഇഒയിലും 60, 70, 80 പേര് പങ്കെടുക്കാൻ വരികയാണെങ്കിൽ ആലോചിക്കുക കേരളത്തിന്റെ ഗ്രോത്ത് ഏത് ലെവലിലേക്ക് ആലോചിക്കുക. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സിഇഒ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. സിഇഒയിൽ വരുമ്പോ പല ടീമിൽ നിന്നുള്ള ലീഡേഴ്സും പല ടീമിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഒരു ഹായ് മാത്രമേ ഈ പരസ്പരം ഫോൺ നമ്പർ മേടിക്കില്ല, ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷനൊക്കെ ഒഴിവാക്കി കളയുക. അതൊന്നും നമ്മുടെ ബിസിനസ്സിന് വേണ്ടതല്ല. നമ്മുടെ ബിസിനസ്സിന് വേണ്ടത് നമ്മളുടെ ടീമും നമ്മുടെ അപ്ലൈനുമാണ്. ആരാ വേണ്ടത് നമ്മുടെ ബിസിനസ്സിന്? നിങ്ങളുടെ ടീം പ്ലേയേഴ്സും നിങ്ങളുടെ അപ്ലയൻസും അടങ്ങുന്ന ടീമാണ് നിങ്ങളുടെ സാമ്രാജ്യം, നിങ്ങളുടെ ബിസിനസ് ലോകം. നിങ്ങളുടെ ക്രോസ് ലൈനോ ലവ് ലൈനോ അല്ല. അവരുമായിട്ടുള്ള ഒരു സംസാരത്തിന് നമ്മൾ പോകേണ്ടതിന്റെ കാര്യമില്ല. പ്രത്യേകിച്ച് ബിസിനസ് സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നോ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വളരെ കറക്റ്റ് ആയിട്ട് പറയാറുണ്ട്. സോ വളരെ പവർഫുൾ ആയിട്ട് സിഇഒ സ്ട്രെങ്തൻ ചെയ്യുക. നിങ്ങൾ ആ ലെവലിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ വലിയ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. എനിക്ക് എടുത്ത് പറയാനുള്ളൊരു 1-2 പോയിന്റ്സിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സിഇഒ സ്ട്രോങ് ആക്കി കൊണ്ടുവരണമെങ്കിൽ സിഇഒ നടക്കുന്ന ഏരിയകൾ നോക്കിയിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്ലാൻ പ്രസന്റേഷന്റെ നമ്പറുകൾ വർദ്ധിപ്പിക്കണം. അത് ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ. ഇപ്പൊ സപ്പോസ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രവീൺ കരുനാഗപ്പള്ളിയിലെ മീറ്റിംഗ്സിൽ സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ കരുനാഗപ്പള്ളി സറൗണ്ടിങ്സിൽ ഹോം മീറ്റിങ്ങുകളുടെയും 1-to-1 മീറ്റിങ്ങുകളുടെയും നമ്പറുകൾ കൂടിയാൽ അവിടെ റിക്രൂട്ട്മെന്റുകൾ കൂടും. അവിടുത്തെ റിക്രൂട്ട്മെന്റുകൾ അവിടുത്തെ മീറ്റിംഗിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സിഇഒ സ്റ്റാർട്ട് ചെയ്യുക. ആ ഏരിയയിലെ മീറ്റിങ്ങുകളുടെ നമ്പറുകൾ കൂടും. ഹോം മീറ്റിങ്ങുകളുടെ നമ്പർ ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് ഹോം മീറ്റിംഗ്. ആ ഹോം മീറ്റിങ്ങുകളുടെ നമ്പറാണ് കൂട്ടിയെടുക്കേണ്ടത്. ആ നമ്പർ കൂട്ടിയെടുക്കുമ്പോഴാണ് റിക്രൂട്ട്മെന്റുകൾ കൂടേണ്ടത്. റിക്രൂട്ട്മെന്റുകളാണ് നമ്മൾ റിസൾട്ട് എടുക്കേണ്ടത്. റിക്രൂട്ട്മെന്റ് നടത്തി ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാരുടെ റീടെൻഷൻ ആണ് ടൂൾസ്. അതുകൊണ്ട് ടൂൾസും കൂടെ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കൂടെ നിങ്ങൾ ചെയ്യണം. ആ ഹോം മീറ്റിങ്ങുകളുടെ നമ്പറും കൂടെ വളരെ സീരിയസ് ആയിട്ട് ശക്തമായിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ തീരുമാനം എടുക്കണം. ഇനി ആലോചിച്ച് നോക്കാം, നിങ്ങൾ റെഡിയാണോ ഈ മാറ്റങ്ങൾക്ക്? ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ റെഡിയാണോ? ഈ മാറ്റം നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓർഗനൈസേഷൻ കേരളത്തിലെ റിമാർക്കബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ടീമായിട്ട് മാറും. ഇത്രയും സിസ്റ്റങ്ങളിലേക്ക് ഒന്ന് കടന്നു വരിക. വീണ്ടും നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ലയോ? ഇന്ന് മുതൽ നിങ്ങളുടെ ലീഡറോട് സാർ, നിങ്ങളുടെ അപ്ലൈൻ ചിലപ്പോൾ ഒരു ലേഡി ആയിരിക്കാം, നിങ്ങളുടെ അപ്ലൈൻ ചിലപ്പോൾ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ആണുങ്ങളായിരിക്കാം. ചോദിക്കാം, സാർ മാഡം, ഞാൻ ഇനി എന്തെങ്കിലും സിസ്റ്റത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? എന്റെ ചിന്തകളിലോ എന്റെ സംസാരങ്ങളിലോ എന്റെ പ്രവൃത്തികളിലോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് നടത്താനുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ലീഡറോട് ചോദിച്ചുകൊണ്ടിരുന്നാൽ വിന്നിംഗ് ടീമിന്റെ ഏറ്റവും സിസ്റ്റം പ്ലെയർ ആയിട്ട് നിങ്ങൾ മാറും. നിങ്ങളെ ക്ലിയർ ചെയ്യാൻ സിസ്റ്റത്തിന് പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈൻ, നിങ്ങളുടെ പ്രവൃത്തിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ചിന്തകളിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ കറക്റ്റ് ചെയ്യൽ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക. എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പോയിന്റ് ഇത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക്, കാരണം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നിങ്ങളുടെ ബിസിനസ് ആണ് ഇത്, നിങ്ങളുടെ അപ്ലൈന്റെ ബിസിനസ് അല്ല, ഇത് നിങ്ങളുടെ ഡൗൺലൈന്റെ ബിസിനസ് അല്ല. അപ്ലൈന്റെ ബിസിനസ് ആയിട്ട് കാണരുത്, ഡൗൺലൈന്റെ ബിസിനസ് ആയിട്ട് കാണരുത്. നിങ്ങളുടെ ബിസിനസ് ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഈ ബിസിനസ്സിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവണം, ഒരു നല്ല ബിസിനസ് ബാഗ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, നിങ്ങളുടെ ഡെമോ പാക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഏത് പ്രസന്ററാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഡെമോ കിറ്റ് ഉണ്ടായിരിക്കണം. ഡെമോ കിറ്റ് കൊണ്ട് എവിടെ പോയി നിങ്ങൾ പ്ലാൻ കാണിക്കുന്നുണ്ടോ, ഡെഫിനറ്റ് ആയിട്ട് അവിടെ ഒരു ഡെമോ ചെയ്തിരിക്കണം. ഡെമോ ചെയ്താൽ റിസൾട്ട് വളരെ ഹൈ ആയിരിക്കും. നിങ്ങളുടെ സെയിൽസ് അവിടെ നടക്കും, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് അവിടെ നടക്കും. സെയിൽസോ റിക്രൂട്ട്മെന്റോ ഉദ്ദേശിച്ചാണ് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ ഡെമോൺസ്ട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ സെയിൽസ് നടന്നിരിക്കും, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടന്നിരിക്കും. ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചാൽ എനിക്ക് അത്ഭുതത്തോടെ നിങ്ങളോട് പറയാൻ പറ്റും, കേരള മാർക്കറ്റ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രോയിങ് മാർക്കറ്റായിട്ട് മാറും.
എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഐ ഓപ്പണിംഗ് ആയിട്ട് മാറണം. ഇന്നത്തെ ഈ മോർണിംഗ് CP അല്ലെങ്കിൽ മിറാക്കിൾ മോർണിംഗ് നിങ്ങളുടെ ഒരു കണ്ണ് തുറപ്പിക്കലായിട്ട് മാറട്ടെ. ഈ സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ ഇനി മുന്നോട്ട് നീങ്ങും. CEO കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അപ്ലൈമായിട്ടുള്ള കണക്ടിവിറ്റി കറക്റ്റ് ആയിരിക്കും. അപ്ലൈമായിട്ട് സിറ്റിംഗ് ഒരു പ്ലാനിങ് ഉണ്ടാക്കും. അതുപോലെ ഓണർഷിപ്പ് ഏറ്റെടുത്ത് തയ്യാറാവും. അതുപോലെ തന്നെ ടൂൾസുകൾ കംപ്ലീറ്റ് യൂസ് ചെയ്യും. ടൂൾസുകൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്യും. സ്ട്രക്ചറിൽ ബിസിനസ് ബിൽഡ് ചെയ്യും. എല്ലാ മെത്തേഡിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ 500 PV സർക്കിൾ 500 PV സർക്കിളുകൾ ബോട്ടം ലെയറുകളിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബോട്ടത്തിൽ ഒരു ഫയർ ഉണ്ടായാൽ ടോപ്പിലേക്ക് വലിയ ഫയറുകൾ ഉണ്ടായി വരും. അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇത് മുഴുവൻ മൂവ്മെന്റ്സും നടത്താൻ സാധിക്കും. ആര് വിചാരിച്ചാൽ, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ എന്ത് ചേഞ്ചസ് നമ്മുടെ ബിസിനസ്സിൽ വരുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ. ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റികളും പ്ലാനിങ്ങുകളും റിക്രൂട്ട്മെന്റുകളും സെയിൽസും ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്ന ഒരു ഡേ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം മാറട്ടെ. ഇനിയുള്ള ദിവസങ്ങളും മാറട്ടെ. അതിനെ പറ്റുന്ന തരത്തിൽ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു വെൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സുരേഷ് സാർ. സിസ്റ്റത്തിന്റെയും ടൂൾസിന്റെയും